എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2 കറികളുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മത്തനാണ് ഇന്നത്തെ താരം. ഈ മത്തൻ വെച്ചിട്ട് 2 കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള എളുപ്പ പണികളൊക്കെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും അതേപോലെ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കും ഒക്കെ വളരെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. അത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം, വലിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇപ്പോൾ വലിയ ഉള്ളി 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10-15 ചെറിയ ഉള്ളിയോളം എടുക്കണം. ചെറിയ ഉള്ളി ആയാലും വലിയ ഉള്ളി ആയാലും നീളത്തിൽ മുറിച്ചിട്ട ശേഷം അത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെക്കണം. വേണമെങ്കിൽ അത് ഉപ്പിട്ട് അങ്ങനെ കുഴച്ച് വെക്കുക, അല്ലെങ്കിൽ ഉപ്പ് പിന്നീട് ഇട്ടാലും മതി. ഒരു ചട്ടിയിലേക്ക് അതും ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന മത്തനും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇടാം. പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. മത്തനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഇവിടെ അടച്ചു വെച്ചിട്ടൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെന്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഈ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ എടുത്തിട്ട് തന്നെയാണ് 2 കറിയാക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒന്നിച്ചങ്ങ് വേവിക്കുകയാണ് ചെയ്ത്, അത് സെപ്പറേറ്റ് ഒന്നും വെക്കാൻ തന്നിട്ടില്ല. ഇതേ ഇതിൽ തന്നെ 2 കറിയാക്കാൻ പോവുകയാണ്. ഈ കഷ്ണം മാത്രം വെച്ചിട്ട് 2 കറി ഉണ്ടാക്കാവുന്നത് 2 വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ 2ഉം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. 2നും നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. ആദ്യം നമുക്ക് ഈ ചട്ടിയിലുള്ള ഭാഗം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മൺചട്ടിയിലുള്ള കഷ്ണങ്ങളിൽ കുറച്ച് ഭാഗം നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ബാക്കി കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ തന്നെ വെക്കാം. ഈ ഉടച്ചു കൊടുക്കുന്നത് അത് കുറച്ചും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. അതിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ കറിക്ക് കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ചട്ടിയിലെ കുറച്ച് ഭാഗത്തുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുത്ത ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് തീ ഓഫ് ചെയ്യാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം അതിൽ കിടക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. കുറച്ച് നേരം അത് തുറന്ന് തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന കറികളിലൊക്കെ അധികവും ഇവിടെ ചെയ്യാറുള്ളത്, ആദ്യം നമ്മൾ ചട്ടിയിൽ നിന്ന് കുറച്ച് കറി എടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്ന സമയത്ത് കറികളിലെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ പടർന്ന് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ അപ്പം തന്നെ കറിയിൽ അത് യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറേ കഴിയുമ്പോൾ കഴിക്കാൻ നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. കുറച്ച് കഷ്ണങ്ങൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നല്ലോ, അതിനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അതിനകത്തും 2-3 കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം അതിനകത്തേക്ക് ഇത്രയും തേങ്ങ അരച്ചത് ചേർക്കണം. ഇത് കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ, അപ്പോൾ 1 പിടി തേങ്ങയോളെ അരച്ചിട്ടുള്ളൂ. കഷ്ണങ്ങളുടെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. കൂടുതൽ അരയ്ക്കൊന്നും വേണ്ട. നമ്മൾ മോര് കറിക്കൊന്നും അരയ്ക്കുന്ന അതേപോലെ ഒന്നും അരയ്ക്കണ്ട. കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി, എരിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ. എന്നാൽ അവിയലിനൊന്നും ചതയ്ക്കുന്നത് പോലെ ചതച്ചാലും പോരാ. ഓരോന്നും ഇത്രയും വിശദമായിട്ട് പറയുന്നത് പാചകം പഠിച്ചു വരുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇത് ബോറടിക്കുണ്ടാവും. അരച്ച തേങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഉണക്കമുളക് 1-2 ഇടാം. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. പിന്നെ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് എന്തിനകത്താണെങ്കിലും കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇടണം. നമ്മൾ കറിവേപ്പില എത്ര അധികം ഇടുന്നോ അതിനനുസരിച്ച് ആ കറിക്കായാലും ഉപ്പേരിക്കായാലും ഒക്കെ ആ ഒരു സ്മെല്ലുണ്ടാവും. അതും കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഞെരടിയിട്ടാണ് ഇടാറുള്ളത്. മുമ്പ് മാമ്പ് കറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴമണി, വാഴപ്പൂ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഒരു കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിപ്പി നോക്കി ഒരു ചേച്ചി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതൊരു നിഷ ചേച്ചിയാണ്. ലേഡി അഗ്രോവിഷൻ എന്ന് പറഞ്ഞ ചാനലുണ്ട് ചേച്ചിക്ക്. നല്ലൊരു ചാനലാണ് അത്. കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളും അറിവുകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ചാനലാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ സംശയമോ അതേപോലെ അത് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വാഴപ്പൂ കറിയുടെ ആ ഒരു വീഡിയോ ഉള്ളത് ലഞ്ച് മെനു എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ലഞ്ച് 11 എന്നുള്ള ആ ഒരു ടൈറ്റിലുള്ളതാണ്. ലഞ്ച് മെനു എന്ന ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ കുറേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് മെനുവിൻ്റെ റെസിപ്പീസ് ഉണ്ട്, വെജിറ്റേറിയൻസിന് പറ്റിയത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.